നൽകണേ അല്ലാ. ഇത് 8ാമത്തെ വാർഷിക സ്വലാത്ത് മജ്ലിസാണ്. ഖത്മുൽ ഖുർആനിന്റെ 10ാം വാർഷിക സംരംഭമാണ്. ഈ സംരംഭത്തിൽ വെച്ചിട്ട്, ഈ സ്റ്റേജിൽ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് 2 പേരുകൾക്ക് ഉംറക്ക് ഫ്രീ ആയി അവസരം ഖത്മുൽ ഖുർആനിന്റെ കീഴിലായിട്ട് ളിയാഫ അക്കാദമി കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിലായിട്ട് 2 മുഅ്മിനാത്തുകളെ ഫ്രീ ആയി ഉംറ ചടങ്ങിലേക്ക് അയക്കുന്ന ടിക്കറ്റ് ഇവിടെ കൈമാറാനുണ്ട്, വിസകൾ ഇവിടെ കൈമാറാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഞങ്ങൾ അവസാനത്തിൽ കാണാം. അല്ലാഹുവേ, ഖത്മുൽ ഖുർആൻ ഗ്രൂപ്പിലെ, വാട്സാപ്പ് ഗ്രൂപ്പിലെ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് റഹ്മാനെ. ദൂരദിക്കുന്ന് വന്നവരുണ്ട് റഹ്മാനെ. ദാറുൽ ഫലാഹ് ചാരിറ്റി ഗ്രൂപ്പിലെ, അതുപോലെ അൽ മദീന ഓൺലൈൻ ഗ്രൂപ്പിലെ ഒരുപാട് മുഅ്മിനാത്തുകൾ ഇതിന് വേണ്ടി സഹായം ചെയ്തിട്ടുണ്ട്. ഉംറക്ക് വേണ്ടിയിട്ട് 10,000 തന്നവർ, 25,000 തന്നവർ, 5,000 തന്നവർ. ഒരു ഖത്മുൽ ഖുർആനിൽ ഒരാൾ വിളിച്ച് പറയുന്നു, ഉസ്താദേ, ഉംറ സർവീസിന് വേണ്ടി 1,00,000 രൂപ ഞാൻ തരാ. എന്റെ പേര് പറയരുതേ. ഇതാരിക്കാണെന്നറിയോ? നിങ്ങൾ 2 പേർക്ക് ഉംറ സർവീസ് ഫ്രീ ആയി കൊടുക്കുന്നുണ്ടല്ലോ. ഇന്ന് വരെ ഖത്മുൽ ഖുർആനിൽ ഞാനിത് പറഞ്ഞിട്ടില്ല. അത് അവസാനത്തിൽ പറയണോന്നാ വിചാരിച്ചത്. എന്നാൽ ഇപ്പൊ ഞാനത് പറയുകയാണ്. ഒരാളെ വിളിച്ച് പറയുന്നു, ഉസ്താദേ, 2 പേർക്ക് നിങ്ങൾ ഖത്മുൽ ഖുർആനിൽ ഉംറ സർവീസ് വെക്കുമ്പോ ആ ഗ്രൂപ്പിൽ തന്നെ 1.5 കോടി സ്വലാത്ത് ചൊല്ലിയ നമ്മുടെ പ്രിയങ്കരനായ ബഹുമാന്യനായ പൊസോട്ട് പള്ളിയിലെ ഖിദ്മ ചെയ്യുന്ന അഷ്റഫ് ഉസ്താദിന്റെ ഭാര്യ റാബിയ എന്ന് പറയുന്ന സഹോദരി 1.5 കോടി സ്വലാത്ത് ചൊല്ലിയവർക്ക് എന്ത് സമ്മാനം ഗിഫ്റ്റായി കൊടുക്കുമെന്ന് ചിന്തിക്കുമ്പോ ഒരാള് വിളിച്ച് പറയുന്നു, ആലോചിക്കണ്ട, ഞങ്ങൾ ചിന്തിച്ചു സ്വർണം കൊടുക്കാന്നാണ്, ഞങ്ങൾ ചിന്തിച്ചു മറ്റെന്തെങ്കിലും ബഹുമാനം കൊടുക്കാന്നാണ്. എന്നാൽ വിളിച്ച് പറയുന്നു, ആ സഹോദരിക്ക് മാത്രം 1,00,000 രൂപ ഉംറ സർവീസിന് ഞാൻ തരാ. അങ്ങനെ 3 സഹോദരിമാര് ഈ ളിയാഫ അക്കാദമിയിൽ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് 3 ആളുകളെ ഉംറക്കാക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതുപോലെ തന്നെ 4ാമത്തൊരു ഉംറയും കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കണോ? അത് ഈ നാട്ടിൽപ്പെട്ടവർക്ക് അതിനുള്ളൊരു അവസരം കിട്ടുള്ളൂ. എന്താണ് അവർക്ക് വെച്ച ഡിമാൻഡ്? ഇവിടെ ആഴ്ചയിൽ നടക്കുന്ന ഒരു ഫിഖ് ക്ലാസ് ഉണ്ട്, കർമ്മശാസ്ത്ര ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട്. ഇവിടെ ലൈവായിട്ട് ഫിഖ് ക്ലാസ് നടക്കാറുണ്ട്. എന്തെല്ലാം വിഷയങ്ങളാ! ബഹുമാന്യരായ അൻസാർ സഖാഫി ഉസ്താദ് മദ്ഹർ മുദർരിസാണ്, സിക്യു കർണാടക കോർഡിനേറ്ററാണ്. അതിനെല്ലാം തിരക്കുകൾ മാറ്റിവെച്ചിട്ട് ആഴ്ചയിൽ ഇവിടെ ഫിഖ് ക്ലാസിന് വരുന്നു. അവരോട് ഞങ്ങൾ പറഞ്ഞു, എല്ലാ ഫിഖ് ക്ലാസിന് പങ്കെടുത്ത, എല്ലാ ഫിഖ് ക്ലാസിന് വന്ന, അതേ അടുത്ത റബീഉൽ അവ്വൽ മാസത്തിൽ 3,00,000 സ്വലാത്ത് ചൊല്ലി തീർക്കുകയും എല്ലാ ആഴ്ചയിൽ ഫിഖ് ക്ലാസിന് വരികയും ചെയ്താൽ നിങ്ങൾക്കൊരു ഉംറ തരാം. ഞങ്ങൾ പറഞ്ഞു പേടിച്ചു പോയി. പടച്ചറബനെ, 3 ആൾക്ക് ഉംറ കൊടുത്ത് 3,00,000 റുപ്യ വേണ്ടേ? 4ാമത്തെ ആൾക്ക് എങ്ങനെ കൊടുക്കും? വിളിക്കുന്നു ഒരാൾ, ഉസ്താദേ, ഞാൻ ശഅബാനിൽ ഉംറക്ക് പോകുന്നുണ്ട്, ഒരു നിയ്യത്തുണ്ട്. എന്താണ് ആ നിയ്യത്ത്? ഞാൻ ശഅബാനിൽ ഉംറക്ക് പോയി, അല്ല, കഴിഞ്ഞ മാസം ഞാൻ ഉംറക്ക് പോയിരുന്നു. ആ മദീനത്ത് വെച്ച് ഞാൻ കരുതിയതാണ്. എന്തെന്നാ, എനിക്ക് ഒരാളെ ഉംറക്ക് കൊണ്ടുപോകണോ എന്നോട് ചോദിച്ചു. അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അൽഹംദുലില്ലാഹ്. അതും ളിയാഫ അക്കാദമി അത് ഏറ്റെടുക്കുന്നു. 4ാമത്തെ ഒരാൾക്ക് ഉംറ സർവീസ് പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ ഇൻഷാ അല്ലാഹ് ഈ സ്റ്റേജിൽ അതും കൈമാറാൻ പോവുകയാണ്. അല്ലാഹു അക്ബർ. അല്ലാഹു അത് കബൂലാക്കട്ടെ. ഇങ്ങനെ 4ഓളം സഹോദരിമാര് ഉംറക്കാണ്. ഈ 8ാമത്തെ വാർഷികം സ്വലാത്ത് മജ്ലിസും 10ാമത്തെ ഖത്മുൽ ഖുർആനിന്റെ വാർഷിക മഹാസംരംഭം സാക്ഷിയാകുന്നത് 4 ആളുകളെ ഉംറക്ക് കൊണ്ടുപോകാനുള്ള പദ്ധതിയിലാണ്.